CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ലക്ഷ്യം വെച്ച് ഗുരുതര ആരോപണവുമായി മുൻ സംസ്ഥാന CPIM സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ രംഗത്ത് വന്നു. കേരളത്തിൽ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്ന PB അംഗത്തിൽ നിന്ന് നേരിട്ടത് ക്രൂരമായ അവഗണനയെന്ന് പച്ചക്കുതിര മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വിനോദിനി പറഞ്ഞു. CPM-ൽ കേട്ടുകേൾവില്ലാത്ത വളരെ പ്രധാനപ്പെട്ട വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണിത്. മാത്രമല്ല CPM-ന് കോടിയേരി ബാലകൃഷ്ണൻ ആരാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോഴും വൈകാരികമായി തന്നെ പ്രവർത്തകർ എടുക്കുന്ന ഒരാളാണ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ കുടുംബത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളെ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട PB അംഗം തിരിഞ്ഞു നോക്കിയില്ല എന്ന ഗുരുതര വെളിപ്പെടുത്തൽ അത് ഈ ലേഖനത്തിൽ നടത്തുന്നുണ്ട്. അതിലെ ചോദ്യം ഇങ്ങനെയായിരുന്നു: കോടിയേരി വിട്ടുപോയിട്ട് 4 വർഷമാകുന്നു, നേതൃത്വത്തിന്റെ സമീപനം എങ്ങനെയായിരുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന് വിനോദിനിയുടെ മറുപടി ആ ലേഖനത്തിൽ പറയുന്നത്: മരണവും സംസ്കാരവും കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നേതൃത്വത്തിൽ നിന്ന് പിന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. നീ ഓക്കെ ആണോ? ഞങ്ങളൊപ്പമുണ്ട് എന്ന് പോലും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, സാധാരണ പ്രവർത്തകരെ കുറിച്ചല്ല താൻ പറയുന്നതെന്നും വലിയ ചില നേതാക്കളെ കുറിച്ചാണ്. അവരൊന്നും ഇവിടെ വരികയും സംസാരിക്കുകയും ചെയ്യണമെന്നല്ല. സ്വന്തം പോക്കറ്റിലുള്ള ഫോൺ എടുത്ത് ഒന്ന് സംസാരിക്കാൻ പോലും ആർക്കും തോന്നാത്ത ഒരു കാലമായി ഇത് മാറിയോ എന്ന് വിനോദിനി ചോദിക്കുന്നുണ്ട്. കൂടാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി ശുപാർശയ്ക്കൊന്നുമല്ല, പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല, തിരിച്ചു വിളിച്ചതുമില്ല. വ്യക്തിപരമായ കാര്യം പറയാനായിരുന്നില്ല. അങ്ങനെ ആയിരിക്കുമെന്നായിരിക്കും അവർ കരുതിയത്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. ആഭ്യന്തരമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും പൊളിറ്റ് ബ്യൂറോ അംഗവുമായി ആയിരുന്ന കോടിയേരിയുടെ മരണം നടന്ന 4 വർഷത്തിനിടയിൽ എനിക്കുണ്ടായ അനുഭവമാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്നും കുടുംബത്തോടുള്ള സമീപനമാണ് പറയുന്നതെന്നും വിനോദിനി പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത ഉപചോദ്യമായി മറ്റൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ വലിയ നേതാവിന്റെ പേര് താങ്കൾ പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായും ഇന്നത്തെ അവസ്ഥയിൽ വായനക്കാർ ധരിക്കുക അത് പിണറായി വിജയൻ ആയിരിക്കുമെന്നുള്ളതല്ലേ എന്നുള്ള ചോദ്യം ഉയർത്തുന്നു. എന്നാൽ അതിന് മറുപടിയായി അല്ല, വിജയേട്ടൻ വിളിച്ചാൽ ഫോൺ എടുക്കുകയും അപ്പോൾ പറ്റിയില്ലെങ്കിൽ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്ന ആളാണ്. ഞാൻ ഉദ്ദേശിച്ചത് പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവിനെ കുറിച്ചാണ്. കോടിയേരിയുടെ മരണത്തിന് ശേഷം അതിന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിനപ്പുറം ഈ 4 വർഷത്തിനിടയിൽ അദ്ദേഹം ഒരിക്കലും എന്നെ ഫോണിൽ പോലും ബന്ധപ്പെട്ടിട്ടില്ല. ഇക്കാലത്തിനിടയിൽ വല്ലപ്പോഴും താൻ അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുക്കാറുമില്ല എന്നുള്ള കാര്യം അതിപ്പോൾ വിനോദിനി ഈ ലേഖനത്തിലൂടെ തുറന്നടിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അത് ആര് എന്നുള്ള സൂചനകൾ തരുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനിലേക്ക് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. മാത്രമല്ല, വിനോദിനി അതൊരു ചെറിയ വിമർശനവുമല്ല. പ്രത്യേകിച്ച് പാർട്ടിക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരാളെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഏത് വിധത്തിൽ കൈകാര്യം ചെയ്തു എന്നുള്ള കാര്യം നമുക്കറിയാം. മാത്രമല്ല, ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അംഗത്വം കൊടുത്ത വിവരമൊക്കെ പുറത്തു വരുന്നത്. ആ രാഷ്ട്രീയ സാഹചര്യം കൂടി ഇതിനൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ്. ഏതായാലും വിനോദിനി ബാലകൃഷ്ണ പ്രതികരണം അതൊരു ചെറിയ പ്രതികരണമായി നമുക്ക് കാണാനും കഴിയില്ല.